എല്ലാവർക്കും നമസ്കാരം. മികച്ച വ്യക്തിത്വമുള്ള കുട്ടികളെ എങ്ങനെ വാർത്തെടുക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. നമ്മുടെ കുട്ടികളെ ബലഹീനരാക്കുന്നത് സത്യത്തിൽ ഉപദ്രവിക്കുന്നവരല്ല, അവർ ബുള്ളി ചെയ്യുന്ന ആളുകളല്ല അവരെ ദുർബലരാക്കുന്നത്, മറിച്ച് അത്തരം സാഹചര്യങ്ങളെ നേരിടാനുള്ള തയ്യാറെടുപ്പില്ലായ്മയാണ്. കുട്ടികളിൽ ആത്മവിശ്വാസം വളർത്തിയെടുക്കേണ്ടത് വീട്ടിൽ നിന്ന് തന്നെയാണ്. ഇതിനായിട്ട് കുറച്ച് സ്കിൽസ് കുട്ടികളിൽ ചെറുപ്പത്തിലെ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. ഇതിൽ ഒന്നാമത്തെ കാര്യമാണ് സോഷ്യൽ അവയർനെസ് എന്നുള്ളത്. സാമൂഹിക ബോധം ഉണ്ടാക്കിയെടുക്കുക. സാമൂഹിക അവബോധമുള്ള കുട്ടികൾക്ക് സാഹചര്യങ്ങൾ നേരത്തെ മനസ്സിലാക്കാൻ കഴിയും. അനാരോഗ്യകരമായ സൗഹൃദങ്ങൾ, കളിയാക്കലുകൾ, സമപ്രായക്കാരിൽ നിന്നുള്ള സമ്മർദ്ദം, പിയർ പ്രഷർ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും അതിനനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കാനും ഒക്കെ സാമൂഹിക അവബോധമുള്ള കുട്ടികൾക്ക് സാധിക്കും. എന്താണ് ശരി, എന്താണ് തെറ്റ് എന്നൊക്കെ മനസ്സിലാക്കാൻ അവർക്ക് കഴിയും. അല്ലാതെ ആരെങ്കിലും പറയുന്നു, കൂടെയുള്ള കുട്ടികളൊക്കെ ഒരു കാര്യം പറയുന്നു എന്ന് കരുതി അത് ചെയ്യാൻ അവർ തയ്യാറാവില്ല. മറ്റുള്ളവരുടെ പ്രീതി കിട്ടുന്നതിന് വേണ്ടിയിട്ട്, അവരുടെ മുമ്പിൽ ആളാവുന്നതിന് വേണ്ടിയിട്ട്, അവരുടെ ലീഡറാവുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ കൂട്ടത്തിൽ ചേരാൻ വേണ്ടിയിട്ട് മറ്റുള്ളവർ പറയുന്നതൊക്കെ ചാടിക്കേറി ചെയ്യുന്ന ഒരു സ്വഭാവം സാമൂഹ്യ അവബോധമുള്ള കുട്ടികൾക്ക് ഉണ്ടായിരിക്കില്ല. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ പ്രശ്നം വഷളാവുന്നതിന് മുമ്പേ പ്രതികരിക്കാൻ ഇവർക്ക് കഴിയുന്നു. അവനവൻ്റെ കയ്യിൽ നിൽക്കാത്ത പ്രശ്നമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് വീട്ടിൽ അറിയിക്കാനുള്ള ബുദ്ധി അവർക്കുണ്ടാകുന്നു. അധികം കുട്ടികൾ ഓരോ പ്രശ്നങ്ങളിൽ ചെന്ന് ചാടുന്നത് എന്തെങ്കിലുമൊക്കെ സ്കൂളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്കത് വീട്ടിൽ ആരോടെങ്കിലും പറയാൻ മടിയായിരിക്കും. വീട്ടിൽ നിന്ന് ചീത്ത കേട്ടാലോ എന്നൊക്കെ കരുതിയിട്ട് അവരത് പറയാതിരിക്കും. പിന്നെ ഈ പ്രശ്നം കൂടിയിട്ട് അവർക്ക് എന്ത് ചെയ്യണം എന്ന് അറിയാതെ വരികയും അങ്ങനെ ഓരോ അബദ്ധങ്ങളിലൊക്കെ ചെന്ന് ചാടുകയും ചെയ്യുകയാണ് പതിവ്. പിന്നെ നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ് കുട്ടികൾക്ക് വൈകാരികമായ പിന്തുണ നൽകുക എന്നുള്ളത്. സ്റ്റേ ഇമോഷണലി അവൈലബിൾ. നമ്മൾ കുട്ടികൾ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഒന്നുമില്ലെങ്കിൽ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും, ഇല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ജോലി ചെയ്യുകയായിരിക്കും. അപ്പോൾ നമ്മൾ സ്ക്രീനിൽ നിന്ന് കണ്ണെടുക്കാതെ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്ന ജോലിയിൽ തന്നെ ശ്രദ്ധിച്ചിട്ട് പാസീവായിട്ട് അവരെ കേൾക്കുക, അവർക്ക് പാസീവ് അറ്റൻഷൻ കൊടുക്കുക. അങ്ങനെയുള്ള ശീലം ഉണ്ടെങ്കിൽ അത് മാറ്റുക. അവരെ പൂർണ്ണമായും കേൾക്കുക, അവർക്ക് വേണ്ടത്ര അറ്റൻഷൻ കൊടുക്കുക. അവർക്ക് വീണ്ടും എന്തെങ്കിലുമൊക്കെ അവരുടെ കാര്യങ്ങൾ അത് നമുക്ക് വളരെ ചെറുതായി തോന്നുകയാണെങ്കിലും അവർക്കത് വലിയ കാര്യങ്ങളായിരിക്കും. അപ്പോൾ അത് കേൾക്കാനുള്ള മനസ്സ് കാണിക്കുക. വലിയ എന്തെങ്കിലുമൊക്കെ കാര്യം വരുമ്പോൾ കേൾക്കാൻ, ചെറിയ കാര്യങ്ങൾ അല്ലേ എന്ന് പറഞ്ഞിട്ട് ശ്രദ്ധിക്കാതെ വിട്ട് കഴിഞ്ഞാൽ കുട്ടികൾക്ക് അറിയില്ല ഏതാണ് വലുത് ഏതാണ് ചെറുതെന്നൊന്നും. അപ്പോൾ ചെറിയ കാര്യങ്ങൾ നമ്മൾ വിട്ട് കളയുമ്പോൾ അവർ വിചാരിക്കും ഏത് കാര്യം പറഞ്ഞാലും നമ്മളങ്ങനെ കേൾക്കില്ല, അവരുടെ കൂടെ നിൽക്കില്ല എന്നൊക്കെ അവർക്ക് തോന്നിയേക്കാം. അതുകൊണ്ട് കുട്ടികൾ എന്ത് പറയുകയാണെങ്കിലും അത് ശ്രദ്ധയോടെ കേൾക്കുക. അവരെ കേൾക്കാൻ ഒരാളുണ്ടാവുക എന്നുള്ളതാണ് വലിയ കാര്യം. നമ്മൾ നൽകുന്ന സുരക്ഷിത ബോധമാണ് കുട്ടികളുടെ കരുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവർക്ക് ഒരു സുരക്ഷിതത്വം തോന്നണം. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് പറയാൻ എനിക്ക് കഴിയും. അപ്പോൾ ആദ്യം കുറച്ച് വഴക്ക് പറഞ്ഞാലും പിന്നീട് അവർ നമ്മുടെ കൂടെ നിൽക്കും, പേരൻസ് നമ്മുടെ കൂടെ നിൽക്കും എന്നുള്ളൊരു ധൈര്യം കുട്ടികൾക്ക് ഉണ്ടാവണം. അപ്പോൾ നമ്മൾ അവരോട് അവർക്ക് എന്തെങ്കിലും തെറ്റുകൾ പറ്റിയാലും അവരെ ഒരുപാട് വഴക്ക് പറയാതെ, അവരെ പൂർണ്ണമായും തള്ളിക്കളയാതെ നമ്മൾ അവരെ തെറ്റുകൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കണം. എപ്പോഴും ശരി മാത്രം ചെയ്യുന്ന കുട്ടികൾ എവിടെയും ഉണ്ടാവില്ല, ആർക്കും ഉണ്ടായിരിക്കില്ല. കുട്ടികളാണെങ്കിൽ തെറ്റു പറ്റും, വലിയവരാണെങ്കിൽ കൂടെയും നമ്മൾ എന്തെല്ലാം തെറ്റുകൾ നമുക്ക് സംഭവിക്കുന്നുണ്ട്, എന്തെല്ലാം അബദ്ധങ്ങൾ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് തെറ്റു പറ്റാം. അപ്പോൾ നമ്മൾ അവരെ അത് പറഞ്ഞ് മനസ്സിലാക്കുക. അല്ലാതെ തെറ്റു പറ്റി എന്നുള്ളത് കൊണ്ട് അവരെ ഒരു മോശക്കാരനായി കാണുകയോ അല്ലെങ്കിൽ അവരെന്തോ അത് വലിയ പ്രശ്നമാണ് എന്നുള്ള രീതിയിൽ കുട്ടികൾക്ക് ഒരുപാട് കുറ്റബോധം കൊടുക്കാതിരിക്കുക. അതൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയണം. പിന്നെ നമ്മൾ കുട്ടികളിൽ വളർത്തിയെടുക്കേണ്ട ഒരു സ്കില്ലാണ് പ്രോബ്ലം സോൾവിങ് സ്കില്ല്. പ്രശ്നപരിഹാര ശേഷി വളർത്തുക എന്ന് പറയും. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അയ്യോ അതോടെ ലോകം അവസാനിച്ചു എന്നുള്ള രീതിയിൽ കുട്ടികൾ പേടിക്കാനുള്ള ഇടവരുത്തരുത്. അവരോട് പറഞ്ഞ് മനസ്സിലാക്കണം, ഒരു പ്രശ്നത്തിന് പല പോംവഴികളുണ്ട്, അത് ഏതാണ് അതിൽ ഏറ്റവും മികച്ചത്, അതിലൂടെ പ്രശ്നം പരിഹരിക്കാൻ നമുക്ക് കഴിയണം. അപ്പോൾ കുട്ടികൾക്ക് അങ്ങനെ ഒരു ധൈര്യം കൊടുക്കണം. ഏതൊരു പ്രശ്നമാണെങ്കിലും അതിനൊരു സൊല്യൂഷൻ ഉണ്ട്. അപ്പോൾ നമ്മളതിനെ എങ്ങനെയൊക്കെ സോൾവ് ചെയ്യാം എന്നുള്ളതിനെ പറ്റി പല പോംവഴികളെക്കുറിച്ച് ചിന്തിക്കാൻ കുട്ടികളെ പ്രാപ്തരാക്കുക. അല്ലാതെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരുമ്പോഴേക്കും ആകെ തകർന്നു പോകുന്ന രീതിയിലേക്ക് കുട്ടികൾ വളരരുത്. ചില പേരൻസ് ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ്, കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ സ്കൂളിൽ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോഴേക്കും ഇവർ ചാടി പൊതിഞ്ഞു പിടിക്കാൻ ശ്രമിക്കും എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും. അയ്യോ എൻ്റെ കുട്ടിയെ ആരും ഒന്നും പറയരുത്, അവന് ഒന്നും നേരിടേണ്ടി വരരുത് എന്നൊക്കെ കരുതിയിട്ട് നമ്മളങ്ങ് പരിഹരിക്കാൻ പുറപ്പെടും. അങ്ങനെ ചെയ്യാതിരിക്കുക. അപ്പോൾ നമ്മുടെ കുട്ടികൾ അതിനുള്ള കഴിവില്ലാതെ വളർന്നു വലുതാവും. പിന്നെ അവർക്ക് വലുതാവുമ്പോഴും എങ്ങനെ ഒരു പ്രശ്നം പരിഹരിക്കേണ്ടത് എന്നവർക്ക് അറിയില്ല. എല്ലായ്പ്പോഴും നമുക്ക് അവരുടെ കൂടെ നടക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ചെറുപ്പത്തിലെ ചെറിയ ചെറിയ പ്രശ്നങ്ങളാണെങ്കിൽ അവരെ തന്നെ അത് അവരെ കൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കട്ടെ. എന്നിട്ട് സാധിക്കുന്നില്ല എന്ന് കണ്ടാൽ മാത്രമേ നമ്മൾ ഇടപെടേണ്ട ആവശ്യമുള്ളൂ. അവർ സ്വന്തമായിട്ട് അവരുടെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്ത് വരികയാണെങ്കിൽ അവർക്കൊരു ആത്മവിശ്വാസം ഉണ്ടാവും, അവർക്ക് ഭയം ഉണ്ടാവില്ല.
സമൂഹത്തിൽ ഇടപഴകാനും ആരോട് പ്രതികരിക്കണം, എങ്ങനെ പ്രതികരിക്കണം, എപ്പോൾ മറ്റുള്ളവരോട് കാര്യങ്ങൾ പറയണം, എപ്പോഴാണ് അച്ഛനും അമ്മേനെ അറിയിക്കേണ്ടത് എന്നൊക്കെ ഒരു ചിന്ത, അങ്ങനെയുള്ള ഒരു ക്ലാരിറ്റി അവർക്ക് കിട്ടും. അവർക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടായിരിക്കും. അവർക്ക് എന്ത് പ്രശ്നം വരുമ്പോഴും നമ്മളാണത് സോൾവ് ചെയ്യാൻ പോകുന്നതെങ്കിൽ പിന്നെ അവർക്ക് എപ്പോഴും ഒരു ഭയമായിരിക്കും. അവർക്ക് മൊത്തത്തിലൊരു സേഫ്റ്റി അനുഭവപ്പെടില്ല, അവർക്കൊരു സുരക്ഷിതത്വ ബോധം ഉണ്ടാവില്ല, ഒരു കോൺഫിഡൻസ് ഉണ്ടാവില്ല, അവനവൻ്റെ കഴിവിൽ ഒരു വിശ്വാസമില്ലായ്മ ഉണ്ടാവും നമ്മളെപ്പോഴും അവരുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ പുറപ്പെട്ടാൽ. പിന്നെ നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ് വ്യക്തിത്വവും പെരുമാറ്റവും തമ്മിലുള്ള വ്യത്യാസം, പേഴ്സണാലിറ്റിയും ബിഹേവിയറും തമ്മിലുള്ള വ്യത്യാസം കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുക. മറ്റുള്ളവർ നമ്മളെപ്പറ്റി പറയുന്ന വാക്കുകളല്ല തൻ്റെ വ്യക്തിത്വം എന്ന് കുട്ടി തിരിച്ചറിയണം. ആരെങ്കിലുമൊക്കെ നമ്മളെപ്പറ്റി നല്ലത് പറഞ്ഞാൽ നമ്മൾ നല്ല ആളാവുകയും ആരെങ്കിലുമൊക്കെ നമ്മളെപ്പറ്റി മോശം പറഞ്ഞാൽ നമ്മളൊരു മോശപ്പെട്ട ആളാവുകയും ചെയ്യുന്നില്ല എന്ന് കുട്ടി മനസ്സിലാക്കണം. അങ്ങനെയുള്ള ഇപ്പോൾ മറ്റുള്ളവർ പറയുന്നത് നമ്മളെപ്പറ്റി നല്ലത് പറഞ്ഞാൽ ഓക്കെ ഞാൻ നല്ല ആളായി എന്ന് കുട്ടിക്ക് തോന്നുകയാണെങ്കിൽ കുട്ടി അങ്ങനെ പീപ്പിൾ പ്ലീസറായിട്ട് വളർന്നു വരും. എന്ത് പറഞ്ഞാൽ അവരെ സന്തോഷിപ്പിക്കാം എന്നുള്ളത് കുട്ടിക്ക് മനസ്സിലാവും. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ളത് മാത്രം, മറ്റുള്ളവർക്ക് ഇഷ്ടമുള്ളത് മാത്രം ചെയ്യുക എന്നുള്ള രീതിയിലേക്ക് കുട്ടി മാറും. വലുതാവുമ്പോഴും നമ്മൾ അങ്ങനെ ഒരു വ്യക്തിയായിട്ട് വളർന്നു വരും. മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരിക്കുക, അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യുക, ആരെയും വെറുപ്പിക്കാതിരിക്കുക, എപ്പോഴാണ് മറ്റുള്ളവരിൽ നിന്ന് തനിക്ക് അഭിനന്ദനം കിട്ടുന്നത്, എപ്പോഴാണ് തനിക്ക് പ്രശംസ കിട്ടുന്നത്, അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുക, അങ്ങനെ ഒരു രീതിയിലേക്ക് കുട്ടികൾ മാറും. അപ്പോൾ അങ്ങനെയല്ല എന്ന് മനസ്സിലാക്കണം. മറ്റുള്ളവർക്ക് ഇഷ്ടമല്ലെങ്കിലും അവർക്ക് നമ്മൾ ചെയ്യുന്നത് ഇഷ്ടമായില്ലെങ്കിലും നമുക്ക് ശരിയെന്ന് തോന്നുന്നത് ചെയ്യാൻ തനിക്ക് കഴിയണം എന്നുള്ള രീതിയിൽ കുട്ടികളെ വളർത്തി വലുതാക്കണം. ആരെങ്കിലുമൊക്കെ നമ്മളോട് മോശമായി പെരുമാറുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കുറ്റമല്ല, മറിച്ച് അയാളുടെ സ്വഭാവ ദൂഷ്യമാണ് എന്ന് മനസ്സിലാക്കാൻ കുട്ടികൾക്ക് കഴിയണം. കുട്ടികളോട് ആരെങ്കിലുമൊക്കെ തെറ്റ് ചെയ്യുമ്പോൾ കുട്ടികൾക്ക് തന്നെ തോന്നും, അയ്യോ അവരെന്തെങ്ങനെ എന്നോട് മോശമായി പെരുമാറിയത്, അപ്പം ഞാനെന്തോ തെറ്റ് ചെയ്തു, ഞാനെന്തോ പ്രശ്നമാണ് എന്നുള്ള രീതിയിൽ കുട്ടികൾ ചിന്തിക്കാൻ ഇടവരരുത്. മോശമായി പെരുമാറുന്നത് അവരുടെ സ്വഭാവ ദൂഷ്യമാണെന്നും താൻ എങ്ങനെയാണ് പെരുമാറുന്നത് എന്നുള്ളതാണ് തൻ്റെ സ്വഭാവം എന്നുള്ള രീതിയും അതിൻ്റെ വ്യത്യാസം കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കും. പിന്നെയുള്ളതാണ് നോ പറയാൻ കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളത്. മറ്റുള്ളവർ എത്രയൊക്കെ നിർബന്ധിച്ചാലും അവനവന് ശരിയല്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുക എന്നുള്ള രീതിയിലേക്ക് കുട്ടികളെ വളർത്തിയെടുക്കണം. മറ്റുള്ളവരൊക്കെ പറയുന്നത് ഓക്കെ പറഞ്ഞിട്ട് ചെയ്തു കൊടുക്കുന്നൊരു ശീലം ഉണ്ടാവുകയാണെങ്കിൽ, അങ്ങനെ പെരുമാറുന്നൊരു ശീലം ഉണ്ടാവുകയാണെങ്കിൽ അത് വലുതായി വരുമ്പോൾ കുട്ടികൾക്ക് തന്നെ വിനയായി മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കുട്ടികളുടെ അഭിപ്രായങ്ങൾക്ക് നമ്മൾ വീട്ടിൽ തന്നെ വില കൊടുക്കുക, അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. എന്തെങ്കിലുമൊക്കെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അതിൽ കുട്ടികളെ കൂടി ഉൾപ്പെടുത്തുക. അവരെന്തെങ്കിലുമൊക്കെ അഭിപ്രായം പറയുമ്പോൾ അത് വിഡ്ഢിത്തമാണ് അവർ പറയുന്നതെങ്കിലും അത് കേൾക്കാനുള്ള മനസ്സ് കാണിക്കുക. എന്നിട്ട് ആ തീരുമാനം നമ്മൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെല്ലാം കുഴപ്പങ്ങളാണ് അതിനുണ്ടാവുക എന്നവരെ പറഞ്ഞ് മനസ്സിലാക്കുക. അല്ലാതെ അവരെന്തെങ്കിലും പറയുമ്പോഴേക്കും നീ എന്ത് പൊട്ടത്തറ പറയുന്നത്, അല്ലെങ്കിൽ വലിയവർ സംസാരിക്കുമ്പോൾ മിണ്ടാതിരിക്കുക എന്നുള്ള രീതിയിൽ കുട്ടികളുടെ ശബ്ദത്തിനെ വീട്ടിൽ തന്നെ അടിച്ചമർത്താതിരിക്കുക. അവർ പറയുന്നത് കേൾക്കുക. അവർക്ക് സ്വന്തമായിട്ടൊരു അഭിപ്രായം എല്ലാ കാര്യങ്ങളിലും ഉണ്ടാവാനൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ ഇങ്ങനെ നമ്മുടേതായ ചർച്ചകളിലൊക്കെ പങ്കെടുപ്പിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ കുട്ടികൾക്ക് ഇൻസെക്യൂരിറ്റി ഉണ്ടാകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടായിരിക്കും. അവർ എവിടെയാണോ പഠിക്കുന്നത് ആ സ്ഥലത്ത് ചിലപ്പോൾ അവരെക്കാൾ നല്ല ധനികരായ കുട്ടികളുണ്ടായിരിക്കും. വലിയ കാറും വലിയ വീടും വലിയ സാഹചര്യങ്ങളിൽ നിന്നൊക്കെ വരുന്ന കുട്ടികളുണ്ടായിരിക്കും. അപ്പോൾ പൊതുവേ എല്ലാ കുട്ടികൾക്കും തോന്നുന്ന ഒരു പ്രശ്നമാണ്, അയ്യോ എൻ്റെ അച്ഛനും അമ്മയ്ക്കും അവരുടെ അത്രയും പണമില്ല, അത്രയും വലിയ ജോലിയില്ല, എൻ്റെ വീട് അത്രയും വലുതല്ല, എനിക്ക് അവരുടെ അത്ര വലിയ വാഹനമില്ല, അത്ര സൗകര്യങ്ങൾ എൻ്റെ വീട്ടിലില്ല. അങ്ങനെയൊക്കെ ഒരു ഇൻസെക്യൂരിറ്റി കുട്ടികൾക്ക് പൊതുവെ തോന്നാറുണ്ട്. പല ടൈപ്പിലുള്ള കുട്ടികളുടെ കൂടെയാണല്ലോ നമ്മൾ പഠിക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും യാതൊരു നാണക്കേടും തോന്നേണ്ട ആവശ്യമില്ല എന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. നമ്മുടെ നിറം, നമ്മുടെ ജാതി, നമ്മുടെ സാമ്പത്തിക അവസ്ഥ, സോഷ്യലി നമ്മൾ എത്ര കണ്ട് ഉയർന്ന രീതിയിലാണ് ജീവിക്കുന്നത്, ഇതൊന്നും അല്ല അവരുടെ കുട്ടികളുടെ ഒരു ഉത്തരവാദിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സ്വഭാവ രൂപീകരണം, അവരുടെ ചിന്താഗതി, പെരുമാറ്റം, വ്യക്തിത്വം, ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ. അല്ലാതെ നമ്മൾ ഏത് ടൈപ്പിലുള്ള വീട്ടിൽ നിന്നാണ് വരുന്നത്, നമ്മുടെ അച്ഛനും അമ്മയെ എത്ര കണ്ട് സമ്പാദിക്കുന്നുണ്ട്, നമ്മൾ ഫിനാൻഷ്യലി സോഷ്യലി ഒക്കെ എത്ര ഉയരത്തിലാണ്, ഇതൊന്നും അല്ല നമ്മുടെ വ്യക്തിത്വം തീരുമാനിക്കുന്നത്. നമ്മുടെ ചിന്താഗതികൾ, നമ്മുടെ പെരുമാറ്റം, നമ്മളെങ്ങനെയാണ് ഓരോ കാര്യങ്ങളെയും നോക്കിക്കാണുന്നത്, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുക. നമ്മളെങ്ങനെയുള്ള ഇടത്തുനിന്ന് വരുന്നു എന്നുള്ളതല്ല, നമ്മൾ എന്തായി തീരുന്നു എന്നുള്ളതിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്ന് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുക.